ഇപ്പൊ നമ്മളിപ്പോ അദ്ദേഹം യാത്ര ചെയ്യുന്നതോ എന്നല്ലല്ലോ, ഒരു മാക്സിമം വരുന്നത് ഒരു പാക്കേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ സിംഗപ്പൂർ, ഇന്തോനേഷ്യ, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ദുബായ് വഴി യാത്രയാണ്. മാക്സിമം വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഒരു 60 മുതൽ 80,000 രൂപ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ദുബായ് വഴി യാത്രയാണ്. മാക്സിമം വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഒരു 60 മുതൽ 80,000 രൂപ. ഒരുപാട് തള്ളി ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇഷ്ടമൊരു തള്ളി ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ലേ. ഈ 3 രാജ്യങ്ങളിലെ 80,000 രൂപയ്ക്ക് നിങ്ങൾ എനിക്ക് ടിക്കറ്റ് എടുത്തു തരുമോ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി. ഞാൻ പൈസ തരാം. എനിക്ക് ഇന്തോനേഷ്യയിലും ദുബായിലും അതുപോലെ സിംഗപ്പൂരിലും പോകാൻ 19 ദിവസം വേണം എനിക്ക്. നിങ്ങൾ 80,000 രൂപയ്ക്ക് എനിക്ക് ടിക്കറ്റും താമസവും ഒക്കെ തരപ്പെടുത്തി തരുമോ? വിവരദോഷികളും ദീർഘവീക്ഷണമില്ലാത്തവരും വകതിരിവില്ലാത്തവരും ഒക്കെ രാഷ്ട്രീയ നേതൃത്വത്തിൽ വന്നാൽ ഇങ്ങനെ പല വിഡിത്തങ്ങളും ചെയ്യും. അല്ല, നിങ്ങളുടെ പാക്കേജ് അല്ല ഞങ്ങൾക്ക് വേണ്ടത്. എന്റെ ഷാജഹാൻ 80,000 രൂപ ഒരു രാജ്യത്ത് പോലും പോകാൻ പറ്റില്ല. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. കഷ്ടം തന്നെ. അങ്ങനല്ല, തരം താഴരുത്. അല്ല, 80,000 ആണെങ്കിൽ നിങ്ങൾ എനിക്ക് ബുക്ക് ചെയ്ത് തരൂ. അയാൾക്ക് ഒരു ദിവസം രാത്രി എന്തെല്ലോ തോന്നുന്നു, അതൊക്കെ വിളിച്ചു പറയാ എന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. അതിന് ഞാനല്ല പറയേണ്ടത്. ഞാൻ റെഡിയാണ് പോവാൻ. 19 ദിവസം പോണം. എനിക്ക് 3 രാജ്യങ്ങള്, താമസം എല്ലാം വേണം. ഭക്ഷണം നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. അതായത് ഇയാൾ ഒരു ദിവസം ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു 100% നിങ്ങളിപ്പോ പറഞ്ഞത്. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം. സാറിന്റെ മക്കളുടെ ഭാഗ്യം. ഒരു ദിവസം ചെലവഴിക്കുന്ന പണത്തിന്റെ ഒരു 100% ഘട്ടം തന്നെ. നിങ്ങൾ ഒന്നുകിൽ ഒരു സീനിയർ അഡ്വക്കേറ്റ് അല്ലേ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. നിങ്ങൾക്ക് തെളിവുകൾ ഉണ്ടെങ്കിൽ 7 സ്റ്റാർ ഹോട്ടലിലും ബിസിനസ് ക്ലാസ് യാത്രയും നിങ്ങൾക്ക് പുറത്തുവിടാൻ മതി. തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിടും. ഞാൻ ചോദിക്കുന്നു, ഈ മനുഷ്യനും തലക്കകത്ത് വെളിയില്ലേ? ഇതൊക്കെ മുഴുവൻ നേരത്തെ പുറത്തു വന്നതാണ്. ഇതൊക്കെ അയാൾ ദുബായിൽ ചെന്നാൽ ദുബായിൽ ഏറ്റവും പണക്കാരൻ താമസിക്കുന്ന ഹോട്ടലിൽ അയാൾ താമസിക്കാറുള്ളൂ. അതൊക്കെ ഈ PP ശശിയുടെ നാടൻ ശൈലിയല്ലോ. അല്ല ഷാജാൻ, നമുക്കൊരു ഒരാളോട് വിമർശിക്കണമെങ്കിൽ എന്തും വിളിച്ചു പറയാം. എന്തും അല്ലല്ലോ വിളിച്ചു പറഞ്ഞു, എന്തും അല്ലല്ലോ എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? തെളിവുണ്ടെങ്കിൽ അല്ല, ഇതിനു മുമ്പ് അദ്ദേഹം താമസിച്ചത് അവിടെയാണ്, ഷാജഹാൻ പറയുന്ന ഹോട്ടലിലാണ്, ഹയാത്തിലാണ്. സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കൊല്ലത്ത് പൊട്ടക്കിണറ്റിൽ ഇരിക്കുക നിങ്ങള്. നിങ്ങൾക്ക് ഇതൊന്നും അറിയാം, നിങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് നാണക്കെട്ട് പോകും. ഷാജഹാൻ അസ്കറിന് അറിയാത്തതല്ല, അസ്കർ മനഃപൂർവ്വം അതൊക്കെ മറച്ചു വെക്കുകയാണ്. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല.